അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുപഴുത്ത കാലുകളോടെ, ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ടു മനുഷ്യപുത്രൻ. ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ടു മനുഷ്യപുത്രൻ. എഴുന്നേറ്റു വേല ചെയ്യുക നാം, എഴുന്നേറ്റു വേല ചെയ്യുക നാം. അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുപഴുത്ത കാലുകളോടെ, ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ടു മനുഷ്യപുത്രൻ. ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ടു മനുഷ്യപുത്രൻ. എഴുന്നേറ്റു വേല ചെയ്യുക നാം, എഴുന്നേറ്റു വേല ചെയ്യുക നാം. അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുപഴുത്ത കാലുകളോടെ, അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുപഴുത്ത കാലുകളോടെ, ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ടു മനുഷ്യപുത്രൻ. ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ടു മനുഷ്യപുത്രൻ. എഴുന്നേറ്റു വേല ചെയ്യുക നാം, എഴുന്നേറ്റു വേല ചെയ്യുക നാം. അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുപഴുത്ത കാലുകളോടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം, യോഹന്നാനുണ്ടായ വെളിപാട് അതിൻ്റെ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ 2-ാം വാക്യം ആദ്യമേ വായിക്കുന്നു. ഉടനെ ഞാൻ ആത്മവിവശനായി, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. ഇത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന കാര്യമല്ല. നമുക്ക് ദൈവിക കാര്യങ്ങൾ ഇത് ആത്മാവിനാൽ എഴുതപ്പെട്ടതും ആത്മാവിനാൽ തുറന്നു ലഭിക്കുന്നതുമാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ പഠനം കൊണ്ടൊന്നും ദൈവിക സത്യം, ദൈവത്തെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ വാസ്തവമായി ദൈവവചനം പറയാം. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. ഈ കണ്ണ്, പുറമേയുള്ള കണ്ണ്, ചെവി, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിലും തോന്നിയിട്ടില്ല. എന്നാലോ ഇതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ദൈവം തൻ്റെ ആത്മാവിനാൽ ഇത് വെളിപ്പെടുത്തി തരും. ഇന്ന് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം സ്വർഗീയ കാര്യങ്ങൾ നമുക്ക് തുറന്നു തരും. പത്മോസ് എന്ന ദ്വീപിൽ യോഹന്നാനായിരിക്കുമ്പോൾ അവിടെ അദ്ദേഹം സുവിശേഷ നിമിത്തമാണ് പത്മോസ് ദ്വീപിലാകുന്നത്, ദൈവത്തിൻ്റെ സാക്ഷി നിമിത്തം. അങ്ങനെ ഖത്തർ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനാകുമ്പോഴാണ് അവിടെ മറ്റു മനുഷ്യരെയോ, അല്ലെങ്കിൽ മനുഷ്യരവിടെ ഇല്ല, അവിടെ പുറന്തള്ളപ്പെട്ട ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തെ കൊണ്ട് ആക്കിയിരിക്കുകയാണ് പത്മോസിൽ, ആരുമില്ലാത്ത ഏകാന്തതയിൽ. അവിടെ യോഹന്നാൻ കാണുന്നത്, കേൾക്കുന്നത് ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങളല്ല, മുമ്പിലുള്ള പ്രശ്നങ്ങളല്ല, രോഗങ്ങളല്ല, അദ്ദേഹം യേശുവിനെ കാണുകയാണ്. 7 നിലവിളക്കിൻ്റെ നടുവിൽ മാറത്ത് പൊൻകച്ച് കെട്ടി വെള്ളോടിന് സദൃശ്യമായുള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവൻ, സാറാഫുകൾ ആരാധിക്കുന്ന പരിശുദ്ധൻ യേശുവിനെ കണ്ടെങ്കിൽ ഈ 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്ന യോഹന്നാൻ കാണുകയാണ്. സ്വർഗീയമായ ചില കാഴ്ചകൾ കണ്ടതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ടാകും? അവിടെ ഒരു വാതിലുണ്ട്. അപ്പോൾ സ്വർഗത്തിൽ ഒരു വാതിൽ, അതാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. അപ്പോൾ സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്, അതിലൂടെ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വർഗത്തിലൊരു വാതിൽ, ആ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് പറയാണ്, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട
ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക. ആ ശബ്ദം തന്നെ, ആദ്യം കേട്ട ശബ്ദം, യേശുവിൻ്റെ ശബ്ദം. ഇപ്പം യേശുവാണ് വിളിക്കുന്നത്. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞു. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇത് മറ്റാർക്കും പിടികിട്ടരുത്. അതൊക്കെ ആത്മീയ സത്യങ്ങൾ. നമ്മൾ ദൈവത്തെ അറിഞ്ഞ് നമ്മൾ യേശുക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും, ഉയർച്ച പ്രാപിക്കും എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് പിടികിട്ടുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്നും രോഗസൗഖ്യം, വിടുതലും ഉണ്ട്, അത്ഭുതങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആർക്കും പിടികിട്ടുന്നില്ല. ഇത് ആത്മാവിലെ പിടികിട്ടത്തുള്ളൂ. അവിടെ പറയാണ്, ഇവിടെ മേലാൽ സംഭവിപ്പാനുള്ളത് അതേ ശബ്ദം, തന്നോട് ആദ്യം സംസാരിച്ച അതേ ശബ്ദം പിന്നെ കേൾക്കുകയാണ്. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ യോഹന്നാൻ ആത്മവിവശനാകുകയാണ്. അത് മാത്രമല്ല, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അപ്പം രണ്ട്, ഒന്ന് സ്വർഗത്തിലൊരു വാതിൽ കണ്ടു, അത് തുറന്നിരിക്കുകയാണ്. രണ്ടാമത് കാണുന്ന, ഉടനെ ഞാൻ ആത്മവിവശനായി. ആത്മാവിൽ അദ്ദേഹം വിവശനായപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ മുഴുവനായി നിയന്ത്രിക്കപ്പെട്ടപ്പോൾ, ഈ ലോകത്തിൻ്റെ കാഴ്ചയൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് മുന്നമേ ഉള്ളതൊന്നും കാണാതെ സ്വർഗീയമായ ഒരു കാഴ്ച, സ്വർഗീയ തലത്തിലോട്ട്, ആ അദൃശ്യ മണ്ഡലത്തിലോട്ട് അദ്ദേഹം എടുക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താ കാണുന്നത്? സ്വർഗം പിന്നെ കാണുന്നത്. സ്വർഗം ഒരു സിംഹാസനം, സ്വർഗത്തിലൊരു സിംഹാസനം. എന്നിട്ട് പറയാണ് വെച്ചിരിക്കുന്നതും. സിംഹാസനം ചുമ്മാ വെച്ചിരിക്കുകയല്ല, ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. ആരായിരിക്കും സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്നത്? പുത്രനല്ലാതെ പിന്നെ ആരാണ്? അതാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങും ആ സിംഹാസനത്തിനുള്ളിൽ. യെസ്, ഇവിടെ പറയാണ്, ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക്, ഇനി ആ ഇരിക്കുന്ന ആളെക്കുറിച്ച് പറയുകയാണ്, യേശുവിനെ കുറിച്ച് പറയാം. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന് ചുറ്റും കാഴ്ചയ്ക്ക് മരകത്തോട് സാദൃശ്യമായ പച്ചവില്ല്. ഇതാണ് സ്വർഗത്തിൽ കണ്ട ഒരു കാര്യം. പിന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം പറയുകയാണ് യോഹന്നാൻ. സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനമുണ്ട്. ഒരു സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. സ്വർഗത്തിൽ 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. സിംഹാസനത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിക്കുന്നു. എന്നിട്ട് പറയാക്കൊണ്ടിരിക്കും, സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. അതാണ് അടുത്തൊരു പ്രത്യേകത. പിന്നെ സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപും പിൻപും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സമം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞതായിരിക്കും. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ അവർ ആർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാം, എന്നേക്കും ജീവിക്കുന്നിരിക്കുന്നതായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന് മുമ്പിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറയാണ്, കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായിൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളാൻ യോഗ്യനെന്ന് പറഞ്ഞ് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുൻപിൽ ഇടും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. കർത്താവെ, സ്വർഗീയമായ കാഴ്ചകൾ കാണാൻ, സ്വർഗം കാണാൻ ആത്മാവിലൊരു വിവശതയിൽ ആയി ഈ ഭൂമിയിലെ കാഴ്ചകളല്ല, സ്വർഗത്തിലെ സന്തോഷകരമായ കാഴ്ചകൾ കാണാൻ, സ്വർഗത്തിലെ വാതിൽ കാണാൻ, ആ സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന സിംഹാസനം കാണാനും സിംഹാസനത്തിലിരിക്കുന്ന യേശുവിനെ കാണാനും സ്വർഗീയമായ ദർശനം ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. 24 മൂപ്പന്മാർ സ്വർഗത്തിലിരിക്കുമ്പോൾ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, 4 ജീവികൾ
അവരുടെ ആരാധന, സ്വർഗീയമായ ആരാധന, അവർ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ കൂടാതെ, വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെ ജീവികളെയും കാണാനും ഈ മഹത്വവും സ്തോത്രവും ബഹുമാനവും ആരാധനയും 24 മൂപ്പന്മാർ കൊടുക്കുമ്പോൾ അവരുടെ കിരീടങ്ങൾ താഴെയിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇതിനെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല, സ്വർഗീയമായ കാര്യങ്ങൾ കാണാൻ ഞങ്ങളുടെ ആത്മ കണ്ണുകളെ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുപഴുത്ത കാലുകളോടെ, ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ട് മനുഷ്യപുത്രൻ. എഴുന്നേറ്റു വേല ചെയ്യുക നാം, എഴുന്നേറ്റു വേല ചെയ്യുക നാം. അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുപഴുത്ത കാലുകളോടെ, ഇരുവാൾ തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ട് മനുഷ്യപുത്രൻ.